ഹലോ, ദേ നോക്കിയേ, തങ്കച്ചേച്ചി വന്നിട്ടാ. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോണത് ഒരു മസാല ബോണ്ടയാണ്. അതെങ്ങനെയാണെന്ന് കാണണ്ടേ? വാ. 1/2 കിലോ ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നല്ലോണം തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് നന്നായി വാഷ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് കുക്കറിലിട്ടിട്ട് കൊടുക്കാം. അത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് നമുക്ക് വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വേവിച്ചെടുക്കുമ്പോൾ ഒരു വിസിൽ നമുക്ക് ഫുള്ള് ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു 2 വിസിൽ മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. മൊത്തം 3 വിസിലിൽ നമുക്കിത് വേവിച്ചെടുക്കാം. കുക്കറിൽ നിന്ന് ഞാൻ കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചൂടാറി വന്നിട്ടുണ്ട്, നമുക്കൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ അതേ ഞാൻ ഇതേപോലെ ഉരുളൻകിഴങ്ങെല്ലാം ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബോണ്ടക്കുള്ള മസാല തയ്യാറാക്കാം. മസാല തയ്യാറാക്കാനായിട്ടില്ലേ നമുക്കില്ലേ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഏതോ ഇലയിലും കുഴപ്പമില്ല. ഇനിയില്ലേ നമുക്കില്ലേ ഇത് ചൂടായ ശേഷം 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം കേട്ടോ. പെരിഞ്ചീരകം പൊട്ടി വന്നിട്ട് ഇനി നമുക്ക് സവാള കൊത്തിയരിഞ്ഞത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇഞ്ചി കൊത്തിയരിഞ്ഞത്, ഒരു ചെറിയ പീസ് ഇഞ്ചി ഒന്ന് കൊത്തിയരിഞ്ഞതാണ് കേട്ടോ. ഒരു 2 പച്ചമുളക്, ഒരു ഇത്തിരി കറിവേപ്പില കൊത്തിയരിഞ്ഞത് എല്ലാം കൂടി ഇട്ടത്. ആ സവാള ഒന്ന് വെന്ത് വന്നാൽ മതി കേട്ടോ. കുറേ ഗോൾഡൻ ബ്രൗൺ നിറവിടെ വരെ നമുക്കിത് വഴറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. സവാള വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇതൊന്ന് വാട്ടിക്കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഉരുളൻകിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഉരുളൻകിഴങ്ങും കൂടി ഇട്ടിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇത്തിരി മല്ലിയില ഇട്ട് കൊടുക്കാം കേട്ടോ. മല്ലിയില ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇത്ര ഉള്ള കേട്ടോ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം ഉരുളകളാക്കിയിട്ട് പൊടിയിൽ മുക്കി പൊരിച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്കില്ലേ ബോണ്ടക്കുള്ള മാവ് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ അതിന് ഞാനിവിടെ 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് നമുക്ക് അരിച്ചിട്ടിട്ട് കൊടുക്കാം. നമുക്കില്ലേ 2 ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. 2 ടീസ്പൂൺ മൈദ, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കേട്ടോ, നമ്മുടെ സോഡാപ്പൊടി. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ദോശമാവും ഇഡ്ഡലി മാവിൻ്റെ ബാറ്ററില്ലേ അതിനേക്കാളും ഇത്തിരി കട്ടിക്ക് വെള്ളം ഒഴിച്ചിട്ട് മിക്സാക്കി എടുക്കണം കേട്ടോ. കണ്ട ഇതാണ് കേട്ടോ നമ്മുടെ ബാറ്റർ. ഈ ഞാൻ പറഞ്ഞില്ലേ ഇഡ്ഡലി മാവിൻ്റെ ദോശമാവിൻ്റെ അത്രയും വേണ്ട, അതിനേക്കാൾ ഇച്ചിരി കട്ടിങ്. കണ്ട ഇനി നമുക്ക് ബോണ്ടകൾ ഉണ്ടാക്കാം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാലയില്ലേ അത് നമുക്ക് ചെറിയ ഉരുളകളാക്കി എടുക്കാം കേട്ടോ. ഇതേപോലെ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. നമുക്ക് ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടില്ലേ ഈ ബോണ്ട മുങ്ങിക്കിടക്കണ വിധത്തിൽ എണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ചട്ടി ചൂടായി വരുമ്പോഴേക്കും നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓരോ ബോൾ എടുത്തിട്ടും ഉരുളെടുത്തിട്ടും ഇങ്ങനെ ഈ മാവിലോട്ട് ഇങ്ങനെ മുക്കിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ മസാല വെന്തതുകൊണ്ടില്ലേ പുറം ഭാഗം മാത്രം വെന്താൽ മതി കേട്ടോ. ഒരു 3-4 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മസാല ബോണ്ട ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതെല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.
പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, എൻ്റെ ചാനലൊന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തുള്ള ബെൽ ബട്ടണിൽ ഓളും കൂടി എനേബിൾ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. കൂടാതെ ലൈക്കും കമൻറ്റും ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. താങ്ക്